ഗ്രീൻ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ലൊക്കേഷൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എത്തി. സ്വാമോൻ നിൽക്കുന്നത് പനോറമിക് വ്യൂ ഓഫ് കപ്പഡോഷ്യ നമുക്ക് ഇതാണ് അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ ഒരു സംഭവം. ഇങ്ങനെ കുനിഞ്ഞ് ഇവിടെ പോവാൻ പറ്റുള്ളൂ. ഭംഗിയായി. പുള്ളി എഗ്രി ചെയ്ത പോലെ തന്നെ അടിപൊളി സ്ഥലം. താങ്ക് യു. പക്ഷെ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഇരുന്ന് കഴിക്കുന്നത് നമ്മള് അല്ലേ. ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ച എൻ്റെ രസാണോ. അയ്യോ, ഹോട്ട് വൈൻ നിങ്ങൾ ട്രൈ ആക്കേണ്ട ഒരു സാധനം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ദിവസം രാവിലെ കപ്പഡോഷ്യയിൽ നല്ല തണുപ്പുള്ള രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് കപ്പഡോഷ്യ KFC ഹോട്ടലിൽ. വളരെ വിശാലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് ഒരു പിടുത്തമല്ല. കുറെ ഐറ്റംസ് ഉണ്ട്. കുറെ ബ്രെഡ്, പല ടൈപ്പ് ബ്രെഡുകൾ, പല ടൈപ്പ് സാധനങ്ങൾ, ചോറ്, എന്തൊക്കെ ഉണ്ടോ. നമുക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചുറ്റുള്ള വ്യൂ നമ്മുടെ ഇതൊക്കെയാണ്. ഫുൾ ഫെയറി ചിമ്മിനീസും ഫുൾ നല്ല ഭയങ്കരമുള്ള രസമുള്ള മൗണ്ടെയിൻസൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരാൾ എന്തിൻ്റെ മുകളിൽ ഇരിക്കണമെന്ന് കാണിച്ചു തരാമേ. സൈക്കിളാണ് ഒരു സൈക്കിള് ചവിട്ടിക്കൊണ്ട് ഇവിടെ ചവിട്ടാനാളില്ല, ഞാൻ ചവിട്ടേണ്ടി വരും. ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് ഒരു ഗ്രീൻ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കപ്പഡോഷ്യ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്നു, ഗ്രീൻ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ലൊക്കേഷൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എത്തി. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ലൊക്കേഷനിലാണ്. കപ്പഡോഷ്യ പനോരമ എന്നാണ് ലൊക്കേഷന്റെ പേര്. സ്വാമോൻ നിൽക്കുന്നത് പനോറമിക് വ്യൂ ഓഫ് കപ്പഡോഷ്യ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഗൊരേമെ ടൗണ്. ഇവിടെ മറ്റേ ഈ ഫെയറി ചിമ്മിനീസ് കുറേ കാണാം. ഇതിൽ പറഞ്ഞ ഫെയറി ചിമ്മിനീസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഇതിൻ്റെ താഴെ ഫെയറീസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല രസമുള്ളൊരു വ്യൂ. പിന്നെ ഫുൾ 360 ഡിഗ്രിയിൽ അല്ലേ. നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ട്. ഗ്രീൻ ടൂറിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ് അണ്ടർഗ്രൗണ്ട് സിറ്റി. എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് നല്ല ക്ലോസ്ട്രോഫോബിയ ഉള്ള ആളാണ്. ഇവിടെ ഓൾമോസ്റ്റ് 150ഓളം അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും വലുതാണ് ഈ കൈമാക്ലി അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നതിന്റെ പേര് തോന്നുന്നു. ഇത് തെറ്റാണ്, താഴെ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പം അവിടത്തേക്കാണ് നമ്മളീ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അണ്ടർഗ്രൗണ്ട് സിറ്റിയിലാണ്. എല്ലാവരും കൂടെ അണ്ടർഗ്രൗണ്ട് സിറ്റീൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തല കുനിഞ്ഞ് പോകണം. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി നമ്മൾ പോകുന്നതിൽ ഏകദേശം 2000 ആൾക്കാർ നിന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവരുടെ ഫുഡ് സ്റ്റോറേജ് ഏരിയ ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ നുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഹയ്ക്കകത്തൂടെ. ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും? വീണ്ടും കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വൈനറി. സോ ഇവിടെയാണ് അവർ സ്റ്റോമ്പിംഗ് ഒക്കെ ചെയ്യുക. സ്റ്റോമ്പിങ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വൈനൊക്കെ കളക്ട് ആവും. എന്താല്ലേ, ഇതാണ് അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ ഒരു സംഭവം. ഇങ്ങനെ കുനിഞ്ഞ് ഇവിടെ പോവാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സർപ്രൈസിങ് സംഭവമാണ്. അയ്യോ, അതേ പോണോ. ഇപ്പൊ ഒരു ടണലിലേക്ക് കയറാൻ പോവാ. ഏതായാലും മിസ്റ്റർ അശോക് വരാത്ത നന്നായി. എന്താ വെച്ചാൽ ഇവിടെ നല്ലോണം ക്ലോസ്ട്രോഫോബിയ അടിച്ച് എന്താ വെച്ചാൽ ഒരാൾ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ സ്റ്റക്കായ പോലെ നിൽക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഫൈനലി നമ്മളിതാ എക്സിറ്റിലെത്തി. അണ്ടർഗ്രൗണ്ട് സിറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കൂടെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ വരാത്ത മിസ്റ്റർ അശോകിനെയാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്.
എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇനി ഞാനിത് വീഡിയോയിൽ കാണണം. കാരണം എനിക്ക് ഒരു പ്രാവശ്യം ഒരു MRI എടുത്തിട്ട് അതിന്റെ ഇമ്പാക്ട് കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇതിനകത്ത് കയറിപ്പോയിട്ട് മുമ്പിലും പുറകിലും ആളുണ്ടെങ്കിൽ ഞാൻ സ്റ്റക്കായി നിൽക്കുന്നതിനേക്കാളും ഭേദം സമാധാനമായിട്ട് പുറത്തിരിക്കുന്നതല്ലേ. ഇവള് പറഞ്ഞു വിട്ടിട്ട് ചോട്ടുവിനെ പറഞ്ഞു വിട്ടിട്ട് വീഡിയോ എല്ലാം കവർ ചെയ്ത് എനിക്ക് വീഡിയോയിൽ കണ്ടാൽ മതിയല്ലോ സമാധാനമായിട്ട്. നിങ്ങളുടെ കൂടെ ഞാനും കാണും. അപ്പം ബേസിക്കലി ഇത് തന്നെ അവര് എങ്ങനെ ജീവിച്ചു, അവരുടെ ചേർച്ച്, അവരുടെ കിച്ചൺ, അവരുടെ എന്താണ് വൈനറി, അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ കാണിച്ചു. നമ്മൾ ബേലം കേവ്സ് ഒക്കെ പോയായിരുന്നു ആന്ധ്രയില്. അപ്പൊ അവിടെയൊക്കെ എനിക്കും ഓക്സിജൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതില് എനിക്ക് നല്ലോണം ഓക്സിജൻ കിട്ടി. ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം. ഓൺലി പ്രശ്നം നമ്മൾ ഒരു കേവ് ഇങ്ങനെ ഒരു ടണൽ പോലത്തെ ഇതിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി നേരം ഒന്ന് സ്റ്റക്ക് ആവും. എന്താ വെച്ചാൽ ഒരാൾക്ക് പോകേണ്ട സ്ഥലമേ ഉള്ളൂ, ഫ്രണ്ടിലും ബാക്കിലും ആൾക്കാരും കാണും. അപ്പം ആ ഒരു സമയം മാത്രം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, അല്ലാതെ ബാക്കിയെല്ലാം വലിയ കുഴപ്പമൊന്നും. നമ്മുടെ പോയ ചോട്ടുവിന്റെ റിവ്യൂ. അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുക കമന്റിൽ. നമ്മളിപ്പോൾ ഉള്ളത് ബെലിസിർമ എന്നുള്ള ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിന്റെ പ്രത്യേകതകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോവുകയാണ്. ഇതാ സ്വാമോൻ മുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ വില്ലേജിൽ കുറച്ച് ആൾക്കാരെ താമസമുള്ളൂ. കാരണം ഇവിടുത്തെ റോക്സ് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്ലസ് ഇവിടെ നല്ല വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടാണെങ്കിലും ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പല ടൂർ ഗ്രൂപ്പ്സ് ഇതാ ഇങ്ങനെ പോകുന്നത് കാണാം. നമുക്ക് വില്ലേജിൻ്റെ ഓരോ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. ഇത് 1100 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വീടാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ ഒരു ചേർച്ചായിരുന്നു. ആ ചേർച്ച് കുറേ നാൾക്ക് ശേഷം അവർ ഒരു കിച്ചണായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത കളറൊക്കെ കാണുന്നത്. അതിന് ശേഷം പിന്നീട് അവർ മൃഗങ്ങളെ കെട്ടാനുള്ള സ്ഥലമാക്കി. പിന്നെ ഇത് ശവകുടീരമായി. ഇപ്പോൾ ഇവിടെയൊക്കെ പീജിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ടോർച്ചൊക്കെ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇതൊക്കെ ഒരു മലയ്ക്കകത്ത് കാവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ കാർവ് ചെയ്തു? സത്യം. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ ടൂറിന് വന്നിരിക്കുന്ന ഗ്രൂപ്പ്. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വില്ലേജിലെ ഓരോ പഴയ വീടും പുതിയ വീടും കഫേസും, ഇവിടെയൊക്കെ പണ്ട് ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ പോയി, ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കഥയൊക്കെ കേട്ടുകൊണ്ട് നടക്കുകയാണ്. പുള്ളിയാണ് നമ്മുടെ ടൂർ ഓർഗനൈസർ എംറെ. ഇപ്പം ഇവിടെ ആളുള്ളൊരു വീടാവുന്നു. സ്വാൻസ് അല്ലേ? നമ്മൾ അങ്ങനെ ഫൈനലി ഇലാര വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച് കഴിക്കുന്നത്. ഇവിടെ കുറേ വയസ്സായ ആൾക്കാർ ഇരുന്നിട്ട് ചായ കുടിയും സംസാരവും മാത്രം ഉണ്ടാവുന്ന പുള്ളി പറഞ്ഞ മെന്നിന് മാത്രമായിട്ടുള്ള ടൈപ്പ് കഫേസ് ആണ് അത്ര. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക, ഒരു ദിവസം ഒരു 30ഓളം ചായ കുടിക്കും. 30 ചായ കുടിക്കുന്നു ആലോചിച്ച് നോക്കിയല്ലേ. ശരിക്കും ചായ കുടിക്കുക, സംസാരിക്കുക, ചായ കുടിക്കുക. ഇത് റിട്ടയർമെന്റ് ആക്ടിവിറ്റി. ഓ അടിപൊളി. ഒരു റിവറിന്റെ സൈഡിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുള്ള റിവർ കാണിച്ചു കൊടുക്കുക. അതിനകത്ത് നല്ല സ്വാനും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയായി. പുള്ളി എഗ്രി ചെയ്ത പോലെ തന്നെ അടിപൊളി സ്ഥലം. ഇവിടെ താറാവും കാര്യങ്ങളും എല്ലാം, സ്വാന്. നമ്മുടെ ഇരിക്കേണ്ട സ്ഥലം കാണിച്ചു തരാൻ പുള്ളി കൊണ്ടുപോവാണ്. സ്വാമോൻ ഓടി പോകുന്നുണ്ട് സീറ്റ് പിടിക്കാൻ. പക്ഷെ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഇരുന്ന് കഴിക്കുന്നത് നമ്മള് അല്ലേ, നല്ല രസം. നമുക്കിതാ ഇത് കൂടെ നടന്നു വന്ന് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സൂപ്പ്, പിന്നെ സാലഡ്സ്, പിന്നെ അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ ഈ സ്വാൻസ് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര രസമുള്ള കാഴ്ചകൾ. എൻ്റെ ഫിഷും ചോറും വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ച ഫിഷാന്നാ പറഞ്ഞത്. ബീഫ് കാസറോൾ ഉണ്ട്, ഇതിനകത്ത് ചിക്കൻ ഉണ്ട്. എല്ലാരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കല്ലേ. നല്ലൊരു ഗ്രൂപ്പാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു ഗ്രൂപ്പ് അല്ലേ. എല്ലാവരും വേറെ വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്. പല രാജ്യത്തുനിന്നുള്ള നമുക്കൊരു നല്ലൊരു മിക്സ് ഓഫ് കൾച്ചറും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ടർക്കിയിലെ നമ്മുടെ ഫസ്റ്റ് ബക്ലാവ.
അടിപൊളി ലഞ്ച്. ശരിക്കും ലഞ്ച് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം പ്ലസ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാരല്ലേ. ഇവര് നല്ല ജോളിയായിട്ടുള്ള ആൾക്കാരും അവരുടെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലും ഓളമായിരുന്നു. പിന്നെ മറ്റേ താറാവിനും സ്വാനിനും ഒക്കെ ഫുഡ് കൊടുക്കല് എല്ലാം, അതും പ്ലസ് നല്ല ക്ലൈമറ്റ്. നമുക്ക് ശരിക്കും ലക്കി. ഇന്നലെ ഇവിടെ 28-29 ഡിഗ്രി ആയിരുന്നു, ഇപ്പൊ ഇവിടെ 17-19 ഡിഗ്രിയാണ്. അപ്പോൾ കറക്റ്റ് ഒരു ദിവസത്തെ മഴ കാരണം ഷിഫ്റ്റ് ഉണ്ടായി. നമുക്ക് ഹോട്ട് എയർ ബലൂൺ മിസ്സായി, പക്ഷെ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഷിഫ്റ്റ് കാരണം നല്ലൊരു സുഖമുള്ള ഡേയും കിട്ടി നമുക്ക്. യാത്രയുടെ വീണ്ടും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നാർ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ലേക്കാണ്. ഭയങ്കര രസമുള്ളൊരു വ്യൂ. എപ്പോൾ കാണിച്ചു തരാവേ. തണുത്ത് വിറച്ച് നടക്കുന്നുണ്ട്, നല്ല തണുപ്പുമാണ് ഇവിടെ. ഇതാണ് നമ്മൾ കാണുന്ന വ്യൂ. വലിയൊരു ലേക്ക്, നല്ലൊരു മല, കാറ്റ് സഹിക്കാൻ വയ്യാണ്ട് തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുക. എന്നാലും ഭയങ്കര തണുപ്പ്. വെള്ളത്തിൻ്റെ ഏരിയയിൽ എപ്പോഴും അതെ. നമ്മൾ ഓർമ്മ ഉണ്ടോ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോഴും ലേക്കിൻ്റെ സൈഡിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഒരു എക്സ്ട്രാ തണുപ്പാണ് ലേക്കിൻ്റെ ഒക്കെ സൈഡിൽ. സത്യം അസർബൈജാനിൽ പോയപ്പോഴും നമുക്ക് ലേക്കിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, അത്രയും തണുപ്പ് കാരണം. ഇവിടെ അതേ അവസ്ഥയാ. ചൂലെടുത്ത് നമ്മൾ ഏതൊരു ട്രിപ്പിന് പോയി കഴിഞ്ഞാലും മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു സുവനിയർ ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ഒക്കെ ഷോപ്പിൽ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരു ഷോപ്പിൽ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോവുകയാണ്. സ്വാതിയും അങ്ങോട്ട് ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. നമുക്ക് അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. അവിടുത്തെ എന്തൊക്കെയോ ടേസ്റ്റ് ചെയ്യാൻ തരും എന്നൊക്കെ പറയുന്നത്. വേണമെങ്കിൽ മേടിക്കാം, വേണ്ടെങ്കിൽ മേടിക്കാം. നമുക്ക് പോയി നോക്കാം. നമ്മളിവിടെ ഇരുന്ന് തിന്നാണ്. ഫ്രീ തരുന്ന സാമ്പിൾ മുഴുവൻ. നല്ല രസമുണ്ട് തിന്നാനൊക്കെ. നമ്മുടെ സുവനിയർ ഷോപ്പും അങ്ങനത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പാണ് PGN വാലി. ഇവിടുത്തെ 2 കാര്യങ്ങളാണ്. ഒന്ന് PGNൻ്റെ ഫുൾ സ്ഥലവും, രണ്ടാമത്തത് ഇവിടുത്തെ ഒരു ഈവിൾ ഐ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനം ഇവരുടെ എന്താ പറയുക, നമ്മളെ നസർ എടുക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കണ്ണ് കൊള്ളാതിരിക്കാനുള്ള സാധനം. ബേസിക്കലി എനിക്ക് പറയാൻ അറിയുന്നില്ല. ഇതാണ് ഈവിൾ ഐൻ്റെ. ഇവിടുത്തെ ഏത് ഷൂട്ടിങ്ങും എന്താണെങ്കിലും ഒരു ഷൂട്ടിംഗ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇതിന്ന് അത്ര ഫസ്റ്റ് ഷോട്ട് എടുക്കുക, സോ ദാറ്റ് കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവരുടെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. ഒരാൾ തണുപ്പൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് ജാക്കറ്റൊക്കെ ഊരി കൈ പിടിച്ചിട്ടുണ്ട്. തണുപ്പൊക്കെ ശീലായി. ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ച എൻ്റെ രസാണോ. അയ്യോ മോനെ. PGN വാലി ഇവിടെ ഫുൾ പണ്ട് PGNs ആയിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ മുട്ട ഉപയോഗിച്ച് വാള് പ്ലാസ്റ്റർ ചെയ്യാനും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ മുഴുവൻ PGNs ആയിരുന്നു. ഓരോ വീട്ടിലും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ PGNs ഒക്കെ അവിടെ പോയി. എല്ലാം മടിയന്മാരായിട്ട് അവിടെ ഇവിടെ തിരിഞ്ഞിറക്കുന്നു. ഒരു PGNൻ്റെ കൂടാരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിഞ്ഞു കയറാൻ നോക്കിയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന 2 പേരോടെ കാണാം. അതെ, പക്ഷെ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആട്ടോ. അവിടെ ഉച്ചിസാർ കാസിൽ കാണാം. പിന്നെ ഇത് PGN വാലി കാണാം. എന്തായാലും കൊള്ളാല്ലേ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഇനി മൊത്തം ഈ കുന്ന് കയറുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമം. ഒരാൾ വീഴാണ്ട് ഇറങ്ങി പോകുന്നത് കാണാം. ബൈ. ടർക്കിയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു സ്റ്റോണാണ്. അതും ടർക്കോയ്സ്. ഇത് യങ് ആണ്, ഇത് ആൻറ്റിക് ആണ്. ഇതേ സാധനം കളർ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ആവുന്നതാണ് പറയുന്നത്, ഓക്സിഡൈസേഷൻ കാരണം. ഇതൊക്കെ സംഭവം വേറൊന്നുമല്ല, നമ്മളെ കൊണ്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഒരു മെയിൻ പരിപാടി അല്ലേ. നമുക്ക് താഴത്ത് ആ കല്ലിൻ്റെയൊക്കെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ നമ്മളെ ജ്വല്ലറിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടുന്ന് വേണ്ടതൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നല്ല രസമായിട്ട് നല്ല ക്ലൈമറ്റിൽ തിരിഞ്ഞ് നടന്ന് നല്ലൊരു ഗ്രീൻ ടൂർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 2 കടകളിൽ അവർ കൊണ്ടുപോയി, പക്ഷേ അതർവൈസ് ബാക്കി കൊണ്ടുപോയ സ്ഥലങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അല്ലേ. ഒരു ടയറിങ്ങും ആയിരുന്നില്ല. ദൂരം നമുക്ക് ഇവിടുന്ന് മൊത്തം ഒരു 140-150 കിലോമീറ്റേഴ്സ് ഉണ്ട് ഫുൾ റൗണ്ട് ട്രിപ്പ്. പക്ഷേ അതിൻ്റെ ഇടയിൽ 1 മണിക്കൂറൊക്കെ വെറുതെ ഞങ്ങൾ കാറിനകത്ത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഈ പുറത്തെ ക്ലൈമറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാറിനകത്ത് കയറുമ്പോൾ നല്ല സുഖം ഉറങ്ങാൻ. അങ്ങനെ എല്ലാവരും ഉറങ്ങുമായിരുന്നു. എന്നിട്ട് പുള്ളി വെയ്ക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി എഴുന്നേക്കും. അങ്ങനെയായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പായിരുന്നു. ഗ്രീൻ ടൂർ ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. പിന്നെ നമുക്ക് വേറൊരു ഗുണം ഉണ്ടായത് ചെറിയ ഗ്രൂപ്പായിരുന്നു. നമ്മളെ കൂടെ കൂട്ടിയിട്ട് 6 പേരെ ഉണ്ടായിരുന്നു. കറക്റ്റ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അത് നല്ലൊരു സുഖമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു കാര്യം കൂടിയാണ്.
അപ്പോൾ അതാണ് നമ്മുടെ ഗ്രീൻ ടൂറിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് വിശന്നപ്പോൾ ഇവിടുത്തെ കപ്പഡോഷ്യ ഡോണർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. നമ്മുടെ നാട്ടിലെ ഷവർമ, ഇവിടെ ഡോണർ. ഇതാ ആ ഡോണർ കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടായിരിക്കുന്നു. സ്വാമോൻ ഇവിടെ ഡോണർ ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. സെയിം പരിപാടി തന്നെ, പക്ഷേ ഇവിടെ ബീഫ് ഡോണറാണത്. എങ്ങനെയുണ്ട് സ്വാമോൻ? ഒന്നുമില്ല അല്ലേ, വേറെ മയമില്ല, ഒന്നുമില്ല, സോസൊന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സാധനം. ഹലോ, അങ്ങനെ നമ്മളൊരു ഡിന്നറിന് വന്നിരിക്കുകയാണ്. എവിടെയാണ്? ഒരു ലോക്കൽ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഗൊറമേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടാണ്. ഇവിടെ നല്ല എന്താ പറയുക, ലോക്കൽ വൈനും അതുപോലെ ലോക്കൽ ഫുഡ് കിട്ടുമെന്നാണ് റിവ്യൂലൊക്കെ കാണുന്നത്. റെഡ് വൈൻ ആണ് റെസ്റ്റോറൻറ്റിന്റെ പേര്. റെഡ് വൈൻ അല്ല, അവിടെ ഗൊറമേ റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടുന്ന് എന്താ കഴിക്കേണ്ടതെന്നുള്ളത് നോക്കുകയാണ്. പ്ലസ് ഇവിടുത്തെ വൈൻ ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ ഹോട്ട് വൈൻ എന്ന് പറയുന്ന സാധനം അല്ലേ, ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ള പറയാം. ഇവിടെ ഒരു കോസി ഒരു പ്ലേസ് ആണ്, ഇങ്ങനെ ഒരു കോസി ആയിട്ട്. നമ്മൾ പറഞ്ഞത് ഒരു ഹോട്ട് വൈനും, അതായത് ഇവിടുത്തെ വൈനിൽ എന്തൊക്കെയോ അവർ ഓറഞ്ചും ആപ്പിളും അങ്ങനെ എന്തൊക്കെയോ ഫ്ലേവറൊക്കെ ഇട്ടിട്ടുള്ളൊരു വൈനും, അതിൻ്റെ കൂട്ടത്തിൽ വന്ന കടല സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, മുന്തിരി. പ്ലസ് നമ്മൾ പറഞ്ഞ മറ്റേ ഡിഷ് എന്തായിരുന്നു, മറ്റേ പോട്ടറി കബാബ് ഓൾറെഡി ഒരിക്കൽ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഇത് ഒരു പണ്ട് തൊട്ടേയുള്ള റെസ്റ്റോറന്റ് ആണെന്ന് പറയുന്നത്. ഒത്തന്റിക് ആയിരിക്കും, കുറച്ചുകൂടെ ഒത്തന്റിക് ആയിരിക്കും എന്നാണ് വെപ്പ്. പൊട്ടിപ്പോകുന്ന പേടില്ലേ. സ്ട്രോങ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ്. കറക്റ്റാ, ഇത് ആപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നു അല്ലേ, ഭയങ്കര ഫ്രൂട്ടി ടേസ്റ്റുള്ളൊരു വൈൻ. മറ്റേ സാറിന് ഇവിടുത്തെ റെഡ് വൈനും വൈറ്റ് വൈനും ഒക്കെ മറ്റൊരു കയ്പ്പ് ഫീൽ ചെയ്ത്, കയ്പ്പല്ല, നല്ലൊരു വെരി നൈസ് ഹോട്ട് വൈൻ. നിങ്ങൾ ട്രൈ ആക്കേണ്ട ഒരു സാധനം കേട്ടോ. വലിയൊരു കത്തി വെച്ചിട്ട്. താങ്ക് യു. ഇത് നല്ല സോഫ്റ്റ് ബീഫൊക്കെയാണ് കേട്ടിട്ടുള്ളത്. നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ നല്ലൊരു ഒത്തന്റിക് ടർക്കിഷ് ഫുഡും നല്ലൊരു ഹോട്ട് വൈനും. ഭയങ്കര രസമുണ്ടായിരുന്നു കുടിക്കാൻ. കണ്ടുപിടിച്ച മോനാണ്. ഞാനിവിടെ ഭയങ്കര വലിയ റിവ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നോക്കി നടന്നപ്പോൾ അവൻ ചെറിയ സ്ഥലം നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ പോയി. നല്ല ഒത്തന്റിക് സാധനമായിരുന്നു, രസമുണ്ടായിരുന്നു കഴിക്കാനും. ഒരു വൈബ്, നല്ല രസമുള്ള സ്ഥലം, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചൊരു ചൈനീസ് ഏരിയയിലൂടെയാണ്. ഫുൾ ചൈനീസ് ആൾക്കാരും അങ്ങനത്തെ ഒരു മ്യൂസിക് അല്ലേ, അങ്ങനെ ചൈനീസ് ഒരു ഫുൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. It's never ever 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 gonna happen. അടുത്ത് പറഞ്ഞത് വെച്ച് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടിരിക്കുകയാണ് കശ്മീർ കഴിക്കാൻ. ഞങ്ങൾ ഇസ്താംബുളിൽ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വ്ളോഗിങ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരാഗ്രഹം, വെറുതെ ഒന്ന് നമ്മൾ ഇട്ട ഡ്രസ്സിൽ തന്നെ ചുമ്മാ പുറത്തിറങ്ങി തിരിഞ്ഞ് നടക്കാൻ എന്നുണ്ട്. അങ്ങനെ നടക്കാൻ പോയി. ഒരു 100 മീറ്റർ പോവാം, 200 മീറ്റർ പോവാം. അങ്ങനെ പോയി നമ്മൾ കുറച്ച് ദൂരം നടന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കടയിൽ കശ്മീർ എന്ന് പറഞ്ഞൊരു ഡിഷ് കണ്ടു. അപ്പോൾ അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായ ഒരാൾക്ക്. അപ്പം ഞങ്ങളിവിടെ ഇപ്പം നോക്കി കഴിഞ്ഞപ്പോൾ കശ്മീർ ഇവിടുത്തെ ഒരു ഫേമസ് സാധനമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാൻ നിൽക്കുക ഒന്നും കൂടെ. അപ്പോൾ എന്താ കശ്മീർ എന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ നാളത്തേക്ക് റെഡ് ടൂറും പിന്നെ നമ്മുടെ ATV റൈഡും ബുക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വന്ന ആൾക്കാർ കുറച്ച് പേര് ഉണ്ടാവും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് നാളെ ആ 2 റൈഡും പോവാം. ഓക്കെ, ഇതാണ് കശ്മീർ എന്നുള്ള സാധനം. നമ്മൾ അന്ന് കഴിച്ച കശ്മീർ ഭയങ്കര ഒരു തിൻ ലെയർ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈനിലുള്ള സാധനമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. നമ്മൾ അവിടുന്ന് കഴിച്ച കശ്മീറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. ഔട്ടർ ലെയർ അവരുണ്ടാക്കിയത് ഒരേ സാധനം വെച്ചാണ്, പക്ഷെ ഇത് കട്ടിയിലാണ് ഉണ്ടാക്കിയത്. അത് ഭയങ്കര തിന്ന് ഇതായിരുന്നു. കശ്മീർ നിങ്ങൾ കഴിക്കേണ്ട ഇസ്താംബുളിൽ നിന്ന് കഴിച്ചോളൂ. ഇവിടുത്തെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇതാണോ ഒതന്റിക് അതാണോ ഒതന്റിക് എന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു
ഫ്ലഫി സാധനമാണ്. അവിടുത്തെ കുറച്ചും കൂടി തിൻ ലെയറായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിരുന്നു. അതാണ് മെയിൻ വ്യത്യാസം. അങ്ങനെ നല്ലൊരു ഡിന്നറും നല്ലൊരു ഡെസേർട്ടും നല്ലൊരു ആംബിയൻസും നല്ലൊരു വൈനും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാം അല്ലേ? നേരെ നല്ലൊരു ഉറക്കം, പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ റെഡ് ടൂറും പിന്നെ ATV റൈഡും. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.